വെരി ഗുഡ്. ബിനിചേട്ടാ, ഞാൻ കുറെ വർഷമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിലൊരു ശബ്ദം കേൾപ്പിക്കാൻ. ഇതുവരെ പറ്റിയിട്ടേ ഇല്ല. ഇതെങ്ങനെയാണ് ഈ മാജിക് പറ്റുന്നത്? സ്കൂളിൽ എന്റെ അജി എന്ന് പറഞ്ഞൊരു അങ്കിള് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഇത് 2 ഒക്ടേവ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കറക്റ്റ് ആയിട്ട്. മുകളിൽ വായിച്ചപ്പോ താഴത്തെ ഒക്ടേവും കൂടി ശബ്ദം വരാൻ വേണ്ടിട്ട് രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടി കേൾപ്പിക്കാം. മൈക്ക് പിടിച്ചോ. കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുങ്ങാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ് അറിവോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കനവിലെ ചിറകുമാൻ പകലിലെ വഴികളിൽ വെയിലുപോ കൺമണി പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ. സൂപ്പർ. കാലക്കി രണ്ടുപേരും അടിപൊളി. അതെ. ഇവിടെ നമ്മുടെ കൂടെ ജെയ്സൺ സാറുണ്ട്, ആലുവ സ്കൂൾ ഫോർ ബ്ലൈൻഡില്. സർ ഒന്ന് പറയാമോ സ്കൂളിനെ കുറിച്ച്? ഞങ്ങളുടെ സ്കൂള് 1962 സ്ഥാപിക്കപ്പെട്ടതാണ്. എറണാകുളം ജില്ലയിൽ കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സ്കൂളാണ് കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ഇതുവരെ 700-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചു പോയിട്ടുണ്ട്. വിവിധ മേഖലകളിൽ, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, ബാങ്ക് മാനേജേഴ്സ്, പ്രൊഫസേഴ്സ്, ടീച്ചേഴ്സ്, മ്യൂസീഷ്യൻസ് ഉണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. അതിലൊരു വിദ്യാർത്ഥി അസ്ന അസ്ലം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശ്രീമതി ഗീതു മോഹൻദാസിന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ദേശീയ അവാർഡ് വാങ്ങിയ താരമാണ്. അതിൽ ഏറ്റവും രസകരമായ വസ്തുത, ഈ അസ്ന 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സിനിമയെ പറ്റിയും അസ്നയെ പറ്റി അസ്ന തന്നെ പഠിക്കാനൊരു അവസരം ഉണ്ടായി. അസ്നയ്ക്ക് വളരെ കൗതുകരമായൊരു അനുഭവമായിരുന്നു. റയാൻ ഞങ്ങളുടെ ഇളം തലമുറയിലെ ഒരു പൊന്നുമോനാണ്. റയാനും ബിനുവും വളരെ മികച്ച രീതിയിൽ പഠന കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് മുന്നോട്ട് പോകുന്നു. അതുപോലെ ഞങ്ങളുടെ സ്കൂള് യൂത്ത് ഫെസ്റ്റിവലൊക്കെ വളരെ മികച്ച പ്രകടനം വർഷങ്ങളായിട്ട് നടത്തുന്നു. ഞങ്ങൾക്കൊരു ബാൻഡ് ട്രൂപ്പ് ഉണ്ട്. ബിനുവും റയാനും ആ ബാൻഡ് ട്രൂപ്പിലെ മെമ്പേഴ്സാണ്. കഴിഞ്ഞ വർഷം ഫസ്റ്റ് പ്രൈസ് നേടിയ ടീമിലെ മെമ്പേഴ്സാണ്. സ്കൂളിലെ മത്സരമാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ റയാന്റെ തൊണ്ട ഒരു പ്രശ്നമായതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി റയാൻ അല്പം ഒന്ന് പിൻവലിഞ്ഞു നിൽക്കുവാണ് തൊണ്ടയുടെ പ്രശ്നം.